السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റജബിലാണ് നമ്മളുള്ളത്. റജബ് ആത്മശുദ്ധീകരണത്തിൻ്റെയും ആത്മസംസ്കരണത്തിൻ്റെയും മാസമാണ്. ഒരു കൃഷിയിടത്തിൽ കൃഷി ഇറക്കുന്നതിന് മുമ്പ് ആ കൃഷിയിടം ഒന്ന് ഒഴുതുമുറിച്ച് വൃത്തിയാക്കി ശുദ്ധിയാക്കി പാകപ്പെടുത്തും. പിന്നെയാണ് വിത്തിറക്കുക. പരിശുദ്ധ റമദാനിൽ നന്മകളുടെയും ഹസനാത്തുകളുടെയും ഒക്കെ വിത്തിറക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹൃത്തടങ്ങൾ ശുദ്ധിയാക്കി എല്ലാ കളകളും പറിച്ചൊഴിവാക്കി വൃത്തിയാക്കുന്ന സമയമാണ് റജബും ഷാബാനും. നബിതങ്ങൾ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തത് അതിനു വേണ്ടിയാണ്. നന്മകൾ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് റജബ് വന്നാൽ തന്നെ നിങ്ങൾ നിയ്യത്ത് നന്നാക്കണം എന്നുള്ളതാണ്. നല്ല നിയ്യത്തോടു കൂടെ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളിലേക്ക് തിരിഞ്ഞ് സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, മൻ അസ്ബഹ മിൻകും സായിമ, ഇന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സുന്നത്ത് നോമ്പുണ്ടോ? അപ്പോൾ സിദ്ദീഖ് തങ്ങൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എനിക്ക് നോമ്പാണ്. നബി തങ്ങൾ പിന്നെ ചോദിച്ചു, ഇന്ന് ആരെങ്കിലും മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുത്തവരുണ്ടോ? മയ്യത്തിനെ തുടർന്നവരുണ്ടോ? മയ്യത്തിനെ പരിപാലിക്കാൻ വേണ്ടി പോയി മയ്യത്തിൻ്റെ പിന്നാലെ പോയവരുണ്ടോ? അപ്പോഴും സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഞാൻ ചെയ്തിട്ടുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, ഇന്ന് നിങ്ങൾ ആരെങ്കിലും പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഞാൻ ഭക്ഷണം കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇന്ന് നിങ്ങൾ ആരെങ്കിലും രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഞാൻ ഒരു രോഗിയെ സന്ദർശിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നബി തങ്ങൾ ചോദിക്കുന്ന എല്ലാ നന്മകളും സിദ്ദീഖ് തങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം ആകുമ്പോഴേക്ക് നന്മകളിലേക്ക് അദ്ദേഹം ഓടി എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോകത്തെ എല്ലാ മുസ്ലിമീങ്ങളും ഈമാൻ തുലാസിൻ്റെ ഒരു തൊട്ട് വെച്ചാലും സിദ്ദീഖ് തങ്ങളെ ഈമാൻ്റെ അത്ര തൂങ്ങൂല എന്ന് പറയുന്നത്. അപ്പോൾ നന്മകളിലേക്ക് ഇലൽ ഖൈറാത്ത്, നന്മകളിലേക്ക് നമ്മൾ ഉളരിപ്പോകണം. പ്രത്യേകിച്ച് റജബ് അത് നമുക്ക് പഠിപ്പിക്കുന്നത്. അള്ളാഹു തആല നന്മകൾ അധികരിപ്പിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അതോടൊപ്പം നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കാനും മനസ്സിന് സമാധാനം കിട്ടുന്നത് ദിക്റുകളെ കൊണ്ടും സ്വലാത്തുകളെ കൊണ്ടാണ്. സ്വലാത്ത് മജ്‌ലിസിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നത് നാളെ ഉഖറവിയായ വിജയം ആഗ്രഹിച്ചിട്ടാണ്. ഭൗതികമായ ഒരുപാട് വിഷമങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും നമുക്കുണ്ട്. അതിൻ്റെയൊക്കെ പരിഹാരം ദിക്റും സ്വലാത്തും ദുആയുമാണ്. അതുകൊണ്ട് ഈ സംരംഭങ്ങളൊക്കെ വിജയിപ്പിക്കുക. അതോടൊപ്പം ഒരു കാര്യം കൂടി നിർത്താനുള്ളത്, ഒരു മനുഷ്യർക്ക് നാളെ ആഖിറത്തിലേക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കൂലി മറ്റുള്ള ആളുകൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ നബി തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, അഹബ്ബുൽ ഇബാദി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ അൻഫഅഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്തു കൊടുക്കുന്ന ആളാണ്, ഏറ്റവും സഹായിക്കുന്ന ആളാണ്. പാവപ്പെട്ട ആൾക്കാരെ കാര്യങ്ങൾ നടത്തി കൊടുക്കാനും സഹായിക്കാനും വേണ്ടിയുള്ള പ്രവർത്തനം അള്ളാഹു മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചത് അവിടുത്തെ പള്ളിയിൽ 2 മാസം ഇഅ്തികാഫ് ഇരുന്ന് ഇബാദത്ത് എടുക്കുന്നതിനേക്കാളും പുണ്യമാണെന്നാണ്. അപ്പോൾ നമ്മളൊക്കെ ദിക്റും സ്വലാത്തും ഖുർആനും മൂത്തും പാട്ടും അതുപോലെ തന്നെ നിസ്കാരവും സുന്നത്ത് നോമ്പുമായിട്ട് കഴിയുന്നതിനേക്കാളൊക്കെ ചിലപ്പോൾ വലിയ പ്രതിഫലം നമ്മുടെ സമൂഹത്തിൽ പാവപ്പെട്ട ആളുകളെ സഹായിക്കുക, രോഗികൾക്ക് മരുന്നെത്തിച്ചു കൊടുക്കുക, തിന്നാൻ വകുപ്പില്ലാത്ത ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക തുടങ്ങിയ നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സഹായങ്ങളുമാണ്. അത് ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞോളന്നില്ല, പക്ഷേ നമ്മൾ കഴിവുള്ള ആളുകളോട് ചോദിച്ച് വാങ്ങിയിട്ട് പിരിച്ചിട്ട് നമ്മൾ മറ്റുള്ള ആൾക്കാരെ സഹായിക്കുക. അതാണ് നബിതങ്ങൾ പഠിപ്പിച്ചത് സദഖത്തുൽ ലിസാൻ, നാവിൻ്റെ സദഖ എന്ന് പറഞ്ഞാൽ അതാണ്. അതെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കണം. വലിയ പ്രതിഫലവും വലിയ കൂലിയും കിട്ടും. തുന്നാനുള്ള ഒരു സൂചി അയൽപ്പക്കക്കാർക്ക് വായ്പ കൊടുത്തതിൻ്റെ പേരിൽ ആ മനുഷ്യൻ മരണപ്പോൾ അയാൾ സ്വർഗത്തിൽ കടന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പരോപകാരം അതാണ് ഏറ്റവും വലിയ പ്രവർത്തനം. 5 വക്ത് നിസ്കാരം കഴിഞ്ഞ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇദ്ഖാലു സുറൂർ, പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരെ മനസ്സിൽ സന്തോഷം കൊടുക്കുക എന്നുള്ളതാണെന്ന് ഹദീസിലുണ്ട്. നമ്മളിവിടുന്ന് ആരെങ്കിലുമൊക്കെ സഹകരിച്ച് അവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനും രോഗത്തിന് മരുന്ന് വാങ്ങാനും ഭക്ഷണത്തിന് അരി വാങ്ങാനൊക്കെ നമ്മൾ സഹായിച്ചാലുണ്ടല്ലോ, നമ്മളൊക്കെ മരിച്ച ഖബറിൽ ചെന്നാൽ ആ സഹായം കിട്ടിയ ആളുകൾ മനസ്സിലുണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷം കൊണ്ട് അള്ളാഹ് ഒരു മലക്കിനെ പടക്കുന്ന, എന്നിട്ട് ആ മലക്ക് നമ്മളെ നാളെ ഖബറിലേക്ക് വരും. നമ്മൾ മയ്യത്ത് ആയി മരിച്ച് നമ്മൾ ഖബറിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെക്കപ്പെടുമ്പോൾ ആ മലക്ക് നല്ല രൂപത്തിൽ നല്ല ചൊറുക്കിൽ നമ്മളെ മുമ്പിൽ വന്നിട്ട് ചോദിക്കും, അമ്മ തഅരിഫുനി, എന്നെ നിനക്കറിയോ? മയ്യത്തായി കിടക്കണം നമ്മൾ ബേജാറിൽ ഖബറിൻ്റെ ഇരുട്ടറയിൽ നിന്ന് പറയും, എനിക്കറിയില്ല ആരാ നിങ്ങൾ. അപ്പോൾ പറയും, ദുന്യാവെന്ന് പാവപ്പെട്ട ആൾക്കാരെ നിങ്ങൾ സഹായിച്ചില്ലേനോ? അപ്പോൾ ആ പാവങ്ങളെ മനസ്സിൽ അതൊരു സന്തോഷം ഉണ്ടാക്കി നിങ്ങൾ സഹായിച്ചപ്പോൾ അവരെ ബുദ്ധിമുട്ട് അകന്ന് കിട്ടിയപ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടായല്ലോ. ആ സന്തോഷത്തിനാൽ അള്ളാഹ് പടച്ച മലക്കാണ് ഞാൻ. അതുമുതൽക്ക് ഞാൻ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ വന്നത് നിങ്ങൾക്കിവിടെ ഒരു തുണയാകാനും നേരം പോക്കിന് വേണ്ടിയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തരാനും നിങ്ങൾക്കിവിടെ ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ്.